തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരുതരം യുദ്ധം തന്നെയാണ്. യുദ്ധത്തിൽ ശത്രുക്കളെ ജയിക്കാൻ ഏത് മാർഗവും എതിരാളികൾ സൃഷ്ടിച്ചെടുക്കും. കാലഘട്ടം മാറിയപ്പോൾ അത് തെരഞ്ഞെടുപ്പിൻ്റെ രൂപത്തിലെത്തുമ്പോൾ ഈ ശത്രുക്കളെ പ്രതിരോധത്തിലാക്കുവാൻ അനവധി ആരോപണങ്ങൾ, വ്യാജമായതും അല്ലാത്തതുമായ ആരോപണങ്ങൾ സ്വാഭാവികമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്നത്. ഒരുപക്ഷെ ഈ കേരളത്തിൽ മാത്രമാണ് വളരെ മോശമായ രീതിയിലുള്ള ആരോപണങ്ങളുമായി പലപ്പോഴും എതിരാളികൾ രംഗത്തെത്തുന്ന കാഴ്ച കാണുന്നത്. മറ്റിടത്തൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളാണ് മുൻപോട്ട് വെക്കാറുള്ളത്, ആരോപണങ്ങളും മറ്റുമൊക്കെയാണ് മുൻപോട്ട് വെക്കാറുള്ളതെങ്കിൽ കേരളത്തിൽ അങ്ങനെയല്ല. കാരണം നമ്മൾ കുറച്ചുകൂടി താഴെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു വന്ന വലിയ ഒരു ചർച്ചയായിരുന്നു സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സമർപ്പിച്ച കിരീടം സ്വർണം അല്ല എന്നും സ്വർണം പൂശിയതാണ് എന്നും. ഇത് കേട്ടപ്പോൾ ഒന്നുകൂടി സംശയങ്ങൾ ഉയർന്നു വന്നു. ഏതായാലും ആ സംശയത്തിന് ഉത്തരം കിട്ടിയാൽ അത് ചെമ്പാണോ സ്വർണമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ഹൈന്ദവ വിശ്വാസം അനുസരിച്ച്, ഹൈന്ദവ വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരു ഏകീകൃത വിശ്വാസമൊന്നും ഹൈന്ദവ സമൂഹത്തിനില്ല. നിരീശ്വരവാദികളും സ്വന്തം മതത്തെ അവഹേളിക്കുന്നവരുമായ ലോകത്ത് 90% പേരുള്ള ഒരേ ഒരു മതമേ ഉള്ളൂ, അത് ഹിന്ദു മതമാണ്. അവരെ മാറ്റി നിർത്തിയാൽ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വലിയ വിശ്വാസികൾ ഈ രാജ്യത്തുണ്ട്. അവർക്കൊരു വിശ്വാസമുണ്ട്. അതിലൊന്നാണ് നേർച്ച. അവർ എല്ലായിടത്തും നേർച്ച ഇടാറുണ്ട്. നേർച്ച ഒരു വ്യക്തി സമർപ്പിക്കുമ്പോൾ അത് ആ വ്യക്തിയുടെ കഴിവിനനുസരിച്ചാണ് സാധാരണ. അതിന് ഞാൻ ലളിതമായൊരു ഉദാഹരണം പറയാം. ഈ വിവാഹം നടക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മകളോ മറ്റോ ഒക്കെ വിവാഹിതരാകാൻ കാലതാമസം നേരിടുമ്പോൾ നമ്മൾ താലി നേരാറുണ്ട്. ദേവീക്ഷേത്രങ്ങളിലാണ് താലി നേരുന്നത്. താലി നേരുക എന്നാണ് അതിന് പറയുന്നത്. താലി എന്ന് പറയും. എത്ര പവൻ്റെ താലിയാണെന്നോ എത്ര ഗ്രാമിൻ്റെ താലിയാണെന്നോ നാം പറയാറില്ല, താലി നേരാറുണ്ട്. ഒരുപക്ഷെ ഒന്നിലധികം ക്ഷേത്രത്തിൽ താലി നേരാറ്. അത് മില്ലിഗ്രാം മുതൽ അരപ്പവൻ വരെയുള്ള താലികളാണ് പലപ്പോഴും പലരും കൊടുക്കുന്നത്. പാവപ്പെട്ടവർ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടക്കുമ്പോൾ അതിൻ്റെ രക്ഷകർത്താക്കൾക്ക് ഒരുപക്ഷെ ആ ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നത് ഒരു ഒരു മില്ലിഗ്രാം വലിപ്പത്തിലുള്ളതായിരിക്കും. ഒരുപക്ഷെ അത് നടയിൽ വെക്കുമ്പോൾ കാറ്റടിച്ചാൽ പോലും പറന്നു പോകുന്ന തരത്തിലുള്ള താലിയായിരിക്കും. കാരണം ഇത് ഒരു വിശ്വാസിയുടെ വിശ്വാസമാണ്. അതല്ലാതെ ദേവസ്വം ബോർഡോ ക്ഷേത്ര കമ്മിറ്റിയോ പള്ളി കമ്മിറ്റിയോ നിങ്ങൾ അരപ്പവൻ്റെ താലി തരണമെന്നോ ഒരു പവൻ്റെ കിരീടം തരണമെന്നോ ഒന്നും പറയാറില്ല. എനിക്കെൻ്റെ വിശ്വാസമാണ്, എൻ്റെ ത്രാണിക്കനുസരിച്ച് ഞാൻ നൽകുമെന്ന് പറയുന്നത്. അത് മറ്റൊരാൾ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, മറ്റൊരാൾക്ക് പറയാനുള്ള അവകാശവുമില്ല. പലപ്പോഴും ഹിന്ദു അവൻ്റെ ക്ഷേത്രങ്ങളിൽ നേർച്ചയിടുമ്പോൾ 2 തരത്തിലാണത് നേർച്ചയാകുന്നത്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നമുക്ക് റെസിപ്റ്റ് എഴുതിയും എഴുതാതെയും നേർച്ച സമർപ്പിക്കാൻ കഴിയും. നമ്മൾ ചിലപ്പോൾ നേർച്ച സമർപ്പിക്കുമ്പോൾ അത് നമ്മൾ ദേവസ്വം ബോർഡിൽ റെസിപ്റ്റ് എഴുതി സമർപ്പിക്കുന്നുമുണ്ട്, റെസിപ്റ്റ് എഴുതാതെ സമർപ്പിക്കുന്നതുമുണ്ട്. ശബരിമലയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവിടെയൊക്കെ ധാരാളം സ്വർണത്തിൻ്റെ രൂപങ്ങൾ, കാലും കൈയുമൊക്കെയുള്ള രൂപങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും മറ്റുമെത്തുന്ന അയ്യപ്പ ഭക്തന്മാർ കാണിക്കവഞ്ചിൽ നിക്ഷേപിക്കുകയാണ്. അത് എത്രത്തോളമൊക്കെ ശരിക്കും ഭണ്ഡാരത്തിലെത്തുന്നുണ്ട് എന്നുള്ള ഒരു വലിയ സംശയവും ഭക്തർക്കുണ്ട്. പക്ഷേ ഭക്തരാരും അതിൻ്റെ പുറകിൽ അന്വേഷിച്ച് പോകാറില്ലാത്തതുകൊണ്ട് എത്ര കാലും കയ്യുമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കും വ്യക്തതയൊന്നുമില്ല. അവിടെ റെസിപ്റ്റ് എഴുതാനൊന്നും സമയമില്ല. ചില ആളുകൾക്ക് റെസിപ്റ്റ് എഴുതുന്നതിൽ താല്പര്യമുണ്ടാകില്ല. അങ്ങനെയുള്ളവരും അത്തരത്തിൽ സമർപ്പിച്ച് മടങ്ങുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മളുടെ ഹിന്ദുമതത്തിലൊരു ചെറിയ പഴഞ്ചൊല്ലുണ്ട്. ദൈവത്തിന് കൊടുത്തത് വായിൽ പോയോ തീയിൽ പോയോ എന്ന് നാം നോക്കേണ്ട കാര്യമില്ല എന്ന് പറയും. കാരണം വാരിക്കോരി കൊടുക്കുന്നവരുമുണ്ട്, ഒരു നാണയം ഇടുന്ന. ഇതാണ് നേർച്ച എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലുള്ളത്. ഇത് എല്ലായിടത്തുമുണ്ട്. മുസ്ലിം പള്ളികൾ ഈ കൊല നൽകുന്ന നേർച്ചകൾ, എൻ്റെ വീടിനടുത്തുള്ള മുസ്ലിം പള്ളിയിൽ കൊല, അതുപോലെ തന്നെ പച്ചക്കറികളും മറ്റുമൊക്കെ നേർച്ചയെ സമർപ്പിക്കാറുണ്ട്. അത് ഏത് വേദപുസ്തകത്തിൽ പറഞ്ഞതാണെന്ന് ചോദിച്ചാൽ ഉത്തരമാർക്കും ഉണ്ടാകില്ല. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളിലും ഇതുപോലുള്ള നേർച്ച വസ്തുക്കളുണ്ട്. ഇതൊക്കെ ഈ രാജ്യത്തിലെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നേർച്ച. അതിനെ വിശ്വാസമെന്നോ അന്ധവിശ്വാസമെന്നോ നമുക്ക് വിളിക്കാൻ കഴിയും. നേർച്ച കൊടുത്താൽ പറയും ദൈവത്തിന് എന്തിനാ കൈക്കൂലി എന്ന് ചോദിക്കും. അതാണ് ഹിന്ദുമതം. ആരെയും വിമർശിക്കാം. മതത്തെ തന്നെ വിമർശിച്ചാലും ആരും ഒന്നും പറയില്ല. കാരണം സനാതന ധർമ്മത്തിനും മൂല്യമുണ്ട്. ആ മൂല്യം അങ്ങ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ എന്തും പറയാം, കളിയാക്കാം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. കിരീടത്തെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. അത് ആ വ്യക്തിയുടെ കഴിവിനനുസരിച്ച് കൊടുത്തതാണ്. അദ്ദേഹം എവിടെയും ഇത്ര പവനെന്ന് പറഞ്ഞില്ല. ഇത്ര പവൻ കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ മാതാവും അദ്ദേഹവും മാത്രമാണ് അറിയുന്നത്. അതല്ലാതെ പള്ളിക്കാരുടെ അനുവാദം ചോദിച്ചിട്ടല്ല നമ്മൾ നേർച്ച നേരുന്നതും നമ്മൾ അത് കൊടുക്കുന്നതും. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു കാര്യം നടക്കുവാനായിട്ട് ഈ നമ്മളുടെ മതപുരോഹിതനോട് ചോദിക്കുകയാണ്, എനിക്കൊരു കാര്യം നടക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ഒരു 10 പവൻ്റെ എന്തെങ്കിലും ഒരു നേർച്ച ചെയ്യുമെന്ന്. ആ കാര്യം നടന്നില്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി 10 പവൻ നമുക്ക് തരില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ മനസ്സറിഞ്ഞാണ് ഒരു കാര്യത്തിന് വേണ്ടി ആ നേർച്ച നേരുന്നത്. ഇനി ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന
ക്ഷേത്ര പരിപാടികളിലും മറ്റുമൊക്കെ ഈ കൊടിമര സമർപ്പണവും മറ്റുമുണ്ട്. കൊടിമരം ചെമ്പാണ്, അല്ലെങ്കിൽ പഞ്ചലോഹമാണ്. അതിൻ്റെ മുകളിൽ സ്വർണം പൂശുകയാണ് പതിവ്. കാരണം അത്രയും വലിയ കൊടിമരമൊക്കെ കെട്ടിപ്പൊക്കുക അല്പം പ്രയാസകരമാണ്. അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഈ സ്വർണത്തിൻ്റേതായ കിരീടങ്ങളും മറ്റുമൊക്കെ അനവധി ക്ഷേത്രങ്ങൾ ഭക്തർ സംഭാവന നൽകുന്നുണ്ട്. തിരുപ്പതി പോലുള്ള ക്ഷേത്രങ്ങളൊക്കെ ഒറിജിനൽ രത്നങ്ങൾ പതിപ്പിച്ച കിരീടങ്ങൾ പോലും സംഭാവന നൽകുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ ഒരു കാര്യം? ലൂർദ് പള്ളി പബ്ലിക് പ്ലേസ് അല്ല, ലൂർദ് പള്ളി സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമല്ല, അതൊരു മതസ്ഥാപനമാണ്. അവിടെ ഇരിക്കുന്ന മാതാവിൻ്റെ ഭക്തനായ ഒരു വ്യക്തി അദ്ദേഹത്തിന് ത്രാണിക്കനുസരിച്ച് എന്ത് സംഭാവന ചെയ്താലും, ഇനി അതൊരു പേപ്പർ കൊണ്ടുണ്ടാക്കിയ കിരീടമാണെങ്കിൽ പോലും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കുമില്ല. ഇപ്പോൾ ചിലർ പറഞ്ഞു വരുന്നുണ്ട്, അടുത്ത പള്ളിക്കാർക്ക് പോകുമ്പോൾ അതിൻ്റെ കണക്കെഴുതി വെക്കണം എന്നുള്ളത്. അവിടെയുള്ള ഏത് ദേവാലയത്തിലായാലും കണക്കുകൾ സൂക്ഷിക്കാറുണ്ട്. സാധാരണഗതിയിൽ ഹിന്ദു, അതേ എനിക്കറിയാൻ പറയാൻ കഴിയും ഉറപ്പിച്ച്, സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നമ്മൾ സ്വർണ്ണത്തിൻ്റെ കിരീടവും മറ്റും കൊടുക്കുകയാണെങ്കിൽ അത് ആ ജുവലറിയുടെ ഇല്ലെങ്കിൽ അത് പണിതതിൻ്റെ ബില്ലുൾപ്പെടെ നമ്മൾ ആ ദേവസ്വം ബോർഡിൽ കൊടുത്ത് അത് അവിടെ രേഖപ്പെടുത്തി വെക്കാറുണ്ട്. അത് നിർബന്ധമുള്ള കാര്യമല്ല. അതൊരു സംഭാവനയായി കൊടുത്താൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യാം, പെടുത്താതിരിക്കുകയും ചെയ്യാം. അത് അഥവാ അതിൻ്റെ ഗ്രാമും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കമ്മിറ്റിയിൽ അത് നിക്ഷിപ്തമായിട്ടുള്ള ഒരു കാര്യമാണ്, ഇല്ല അവർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളെ കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികൾ ഇതേപോലെ രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു ആവശ്യമുള്ളപ്പോൾ അവർ ചോദിക്കും എത്ര പവനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഇത്ര പവനാണ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇത്ര പവൻ്റെ കിരീടമെന്നോ ഇത്ര പവൻ്റെ വാളെന്നോ ഇത്ര പവൻ്റെ ഗതയെന്നോ അല്ല പറയുന്നത്. ഇത്ര പവൻ ഈ വസ്തു ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് 5 പവനാകാം, 2 പവനാകാം, 1 പവനാകാം. അപ്പോൾ അവർ രേഖപ്പെടുത്തുന്ന 1 പവൻ ഉപയോഗിച്ച് പണി കഴിപ്പിച്ച് കിരീടം എന്ന് പറഞ്ഞു. കാരണം 1 പവൻ എന്തായാലും അത്രയും വലിയൊരു കിരീടം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും അതൊരു ഭക്തൻ്റെ സ്വന്തം ആഗ്രഹമാണ്, അയാളുടെ മാത്രം വ്യക്തിപരമായ കാര്യം. ഈ വ്യക്തിപരമായ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ എടുത്തിട്ട് അലക്കി ഞെളിഞ്ഞു നിന്ന് അവരെ നോക്കി കൊഞ്ഞണം കുത്തുന്നത്. അതൊരു ഭാഗത്ത് നടക്കും. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി തന്നെ പരസ്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു, ജയിച്ചാൽ താൻ 10 ലക്ഷം രൂപയുടെ കിരീടം നൽകുമെന്ന്. ആ കിരീടത്തിൽ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം അത് പബ്ലിക്കായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. അദ്ദേഹം ജയിച്ചാൽ 10 ലക്ഷം രൂപയുടെ കിരീടം നൽകുമെന്നും അതിലൊരു ഡയമണ്ട് ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് നമുക്ക് ചോദ്യം ചെയ്യാം അങ്ങനെ അല്ല എങ്കിൽ. പക്ഷേ നമ്മളുടെ മനസ്സിൽ അത് അദ്ദേഹത്തിന് അത് എന്ത് കാര്യത്തിനാണ് അദ്ദേഹം ഇപ്പോൾ ഈ നൽകിയ കിരീടം എന്ത് കാര്യത്തിനാണ് നേർന്നതെന്ന് പോലും നമുക്കറിയില്ല. അത് കാരണം അത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അത് നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു സ്ഥാനാർത്ഥി അതായത് പൊളിറ്റിക്സ് ആണ് ചർച്ച ചെയ്യേണ്ടത്. ഇന്ന് TN പ്രതാപൻ പറയുന്നതും കേട്ടു, രാഷ്ട്രീയമാണ് നാം ചർച്ച ചെയ്യുന്നത്. വളരെ മാന്യമായൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു TN പ്രതാപൻ്റെ വായിൽ നിന്ന് വന്നത്. എന്തായാലും നല്ല കാര്യം. നാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെ ഒരു ഗുരുതരമായ ഒരു പ്രസ്താവന നടത്തിയ ലാലു പ്രസാദ് യാദവാണ്. കുടുംബരാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്ന മോദി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മോദിക്ക് കുടുംബമില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, മണിശങ്കർ അയ്യർ പണ്ട് ചായവാല എന്ന് വിളിച്ചപ്പോൾ ആ ഒരു ഒറ്റ വിളിയിൽ മോദി നേടിയത് 2014 പ്രധാനമന്ത്രി പദമായിരുന്നു. ചൗക്കീദാർ ചോറേന്ന് രാഹുൽ ഗാന്ധി ഉറക്ക വിളിച്ച് പറഞ്ഞപ്പോൾ 2019 303 സീറ്റുമായിട്ടാണ് നരേന്ദ്രമോദി അധികാരത്തിലേറിയത്. ഇപ്പോൾ കുടുംബമില്ലാത്തതെന്ന് എന്ന് പറയുമ്പോൾ 140 കോടി ജനങ്ങളിലും എൻ്റെ കുടുംബമെന്ന് പറഞ്ഞുകൊണ്ട് മോദി തിരിച്ചടിക്കുമ്പോൾ ആ സീറ്റുകളുടെ എണ്ണം മാത്രമാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. അതായത് ഈ നേതാക്കന്മാരെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അത് നേട്ടമാക്കി മാറ്റുകയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്ന പുതിയ ട്രെൻഡ്. ഏതായാലും 2014 മുതൽ മോദിക്കെതിരെ വരുന്ന എല്ലാ ആരോപണങ്ങളും, വ്യക്തിപരമായി വരുന്ന എല്ലാ ആരോപണങ്ങളെയും ആ കല്ലുകൾ പെറുക്കിക്കുട്ടി കൊട്ടാരമണിഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. അതായത് അദ്ദേഹം അത് വോട്ടാക്കി മാറ്റുകയാണ്. ഇവിടെ സുരേഷ് ഗോപിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പള്ളി എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലേസ് അല്ല, അതൊരു പൊതുമേഖലാ സ്ഥാപനമല്ല, സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്നതുമല്ല. അവിടെ എന്താണോ വേണ്ടത് അത് ആ പള്ളി കമ്മിറ്റിക്കാരുണ്ടാകും. അവരോട് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം, അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. അല്ല, പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി പറയേണ്ട യാതൊരു ആവശ്യവും അവർക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ക്ഷേത്രങ്ങൾക്ക് അങ്ങനെ ആവശ്യമില്ല. ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ള ഒരു അവകാശവും അധികാരവും മാത്രമേ എനിക്കുള്ളൂ. കാരണം ഞാനൊരു ഹിന്ദുവാണ്, ഹിന്ദു മതവിശ്വാസിയാണ്. ഈ മതത്തിൽ ഒരു ക്ഷേത്രത്തിൽ കിട്ടുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്നോ ഈ കിണ്ടിയും വിളക്കുമൊക്കെ ഏത് വഴി പോകുന്നെന്നോ ഇതുവരെ ഒരു ഭക്തനും ചോദിച്ചിട്ടില്ല. അത് ചോദിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്ന പലരുമുള്ള ദേവസ്വം ബോർഡ് പണ്ടേ പിരിച്ചുവിട്ടേന്. ഏതായാലും കേരളത്തിലുള്ള
ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് ഈ നേർച്ച ഇല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഊന്നിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിലായാലും ക്രൈസ്തവ വിഭാഗത്തിലായാലുമൊക്കെ ഇത്തരം നേർച്ചകൾ ഇല്ല. വാഴക്കൊല കൊടുക്കുന്നതോ വെണ്ണ കൊടുക്കുന്നതോ ഇല്ലെങ്കിൽ ഈ പച്ചക്കറികൾ തൻ്റെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികൾ നേർച്ച കൊടുക്കുന്നതൊന്നും ഒരു കിതാബിലും പറയുന്ന സാധനമല്ല. അവിടെ ഒരു ഭക്തൻ മനസ്സറിഞ്ഞാണ് അർപ്പിക്കുന്നത്. ഞാനും ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പോകാറുണ്ട്. അവിടെ മുട്ടുകുത്തി നിന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, നെഞ്ചിൽ ഈ ഇരു കൈകളും ചേർത്ത് വെച്ച് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എൻ്റെ വിശ്വാസമാണ്, എൻ്റെ സംസ്കാരമാണ്, അത് മാറ്റാൻ കഴിയില്ല. കാരണം എനിക്കറിയാം ഇതേ രീതിയിൽ നിന്നും പ്രാർത്ഥിച്ചാലും ദൈവം വിളി കേൾക്കുമെന്ന്. ഓരോ ദേവാലയങ്ങൾക്കും ഓരോ ആചാരമുണ്ട്. ആചാരം നമ്മൾ ദേവാലയത്തിൽ കയറുമ്പോൾ മാറ്റാറില്ല, മാറ്റിയിട്ട് കാര്യവുമില്ല. കാരണം ദൈവം കുടികൊള്ളുന്നത് മനസ്സിലാണ്. ആ രൂപത്തെ ദർശിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയും പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മൾ പരമ്പരാഗതമായി തുടർന്നു വന്ന, ജനിച്ച നാൾ മുതൽ തുടർന്നു വന്ന സിസ്റ്റമാണ് മുൻപോട്ട് പോകുന്നത്. അതായത് നമ്മളുടെ പൈതൃകവും സംസ്കാരവും അടിയറ വെക്കാതെ തന്നെ മറ്റു മതങ്ങളെ കൂടി ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആദരവോടെ കാണാനും നേർച്ചകൾ അർപ്പിക്കാനും കഴിയുന്നവനെയാണ് ഹിന്ദു എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ചൊറിയുമ്പോൾ വേദനിക്കുന്ന ഒരുപാട് വിശ്വാസികൾ കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കണം. അതായത് ഒരു കാലണ മുതൽ 1 കോടി രൂപയിൽ 100 കോടി രൂപ വരെ സംഭാവന ചെയ്യുന്നൊരു ബഹുഭൂരിപക്ഷം ജനത വിശ്വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സുരേഷ് ഗോപിയെ നേർച്ചയുടെ പേരിൽ കളിയാക്കിക്കൊള്ളും. പക്ഷേ അത് ചെന്നുകൊള്ളുന്നത് അനവധി ഈ നേർച്ച അർപ്പിക്കുന്ന ഭക്തരുടെ പേരിലായിരിക്കും. ഇനി നിവൃത്തിയില്ലാത്ത ഒരു പെൺകുട്ടി തൻ്റെ വിവാഹം നടന്നാൽ മടല് കൊണ്ട് തുലാഭാരം നടത്താമെന്ന് പറഞ്ഞ നാടാണിത്. അങ്ങനെ മടല് കൊണ്ട് തുലാഭാരം നടത്തിയപ്പോൾ അവരെ കളിയാക്കിയവരുടെ മുമ്പിൽ ഒരു കൂട്ടം ഭക്തർ നിവർന്നു പറഞ്ഞത് ഭക്തരുടെ മനസ്സിൽ എന്താണോ നേർച്ച അത് ഭഗവാൻ ഇല്ലെങ്കിൽ ദൈവം ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെയാണ്. സുരേഷ് ഗോപിയുടെ പ്രാർത്ഥന ദൈവം കേട്ടോ ഇല്ലയോ എന്നറിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഏതെങ്കിലും കാര്യം നടന്നതിൻ്റെ ഭാഗമായില്ല, അതിൻ്റെ സന്തോഷകരമായിട്ടായിരിക്കും കിരീടം നൽകിയത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കാര്യം 10 ലക്ഷം രൂപയുടെ കിരീടം നൽകുന്നു, അത് നമുക്ക് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം സുരേഷ് ഗോപി ഒരു ജനപ്രതിനിധി കൂടിയായി വന്നാൽ തീർച്ചയായും ചോദിക്കാം, താങ്കൾ ഒരു ജനപ്രതിനിധിയാണ്, താങ്കൾ 10 ലക്ഷം രൂപയുടെ കിരീടം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെയെന്ന് ചോദിക്കാം. ഇതുവരെ കൊടുത്ത കാര്യത്തെക്കുറിച്ച് നമുക്ക് ചോദിക്കാനുള്ള റൈറ്റിൽ പിന്നെ ഒരു ഓളത്തിന് കുറേ പോസ്റ്റ് ഇട്ട് തള്ളിമറിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.